രാമ 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 ലോകാഭിരാമ ഭൂമി ബാലശ്രേഷ്ഠ ഭാരതം ശ്രേഷ്ഠ ഭാരതം. നമസ്കാരം. ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ മത്സരങ്ങൾ ആരംഭിക്കുന്നു. ആദ്യം പ്രശ്നോത്തരി മത്സരം. പ്രശ്നോത്തരി മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയ സ്കൂളുകളെ സ്വാഗതം ചെയ്യാം. ടീം എ ഭവൻസ് വിദ്യാമന്ദിർ, മഞ്ഞപ്ര, പാലക്കാട്. ടീം ബി അമൃത വിദ്യാലയം, കോഴിക്കോട്. നമുക്ക് പരിചയപ്പെടാം. ജിഷ്ണുരാജ് 10th പഠിക്കുന്നു. ചാരിക 12th പഠിക്കുന്നു. ദേവിക പ്രദീപ് 8th സ്റ്റാൻഡേർഡ്. ഭദ്ര എ 8th സ്റ്റാൻഡേർഡ്. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആദ്യ ചോദ്യം ടീം എയോടാണ്. ലങ്കയിൽ എത്തുന്ന ശത്രുക്കളെ ആദ്യമായി തടുക്കുന്ന പ്രതിരോധം എന്താണെന്നാണ് ഹനുമാൻ ശ്രീരാമനോട് പറയുന്നത്? എ 4 ദിഗ്ഗജങ്ങൾ, ബി 4 കോട്ടവാതിലുകൾ, സി 4 പർവ്വതമുടികൾ, ഡി 4000 രാക്ഷസ ചാവേറുകൾ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എന്താണ്? സി 4 പർവ്വതമുടികൾ. സി 4 പർവ്വതമുടികൾ. ലോക്ക് ചെയ്യട്ടെ. ഓക്കെ, സി 4 പർവ്വതമുടികൾ. നമുക്ക് നോക്കാം. ടീം എ പറഞ്ഞ ഉത്തരം തെറ്റാണ്. ടീം എ ഉത്തരം പറഞ്ഞില്ല. സോ സെയിം ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ലങ്കയിൽ എത്തുന്ന ശത്രുക്കളെ ആദ്യമായി തടുക്കുന്ന പ്രതിരോധം എന്താണെന്നാണ് ഹനുമാൻ ശ്രീരാമനോട് പറയുന്നത്? എ 4 ദിഗ്ഗജങ്ങൾ, ബി 4 കോട്ടവാതിലുകൾ, ഡി 4000 രാക്ഷസ ചാവേറുകൾ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ബി 4 കോട്ടവാതിലുകൾ. ഓപ്ഷൻ ബി 4 കോട്ടവാതിലുകൾ ലോക്ക് ചെയ്തു. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 1 മാർക്ക്. അടുത്ത ചോദ്യം ടീം ബിയോട് തന്നെയാണ്. സൂര്യൻ ആകാശ മധ്യത്തിൽ നിന്ന മുഹൂർത്തത്തിലാണ് ശ്രീരാമൻ ലങ്കയിലേക്ക് പുറപ്പെടാൻ തുടങ്ങിയത്. ആ മുഹൂർത്തത്തെ അദ്ദേഹം എന്തു പേരിലാണ് വിശേഷിപ്പിച്ചത്? എ മധ്യമം, ബി സങ്കോചം, സി വിജയം, ഡി വിശ്വവശ്യം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സി വിജയം. സി വിജയം ലോക്ക് ചെയ്യട്ടെ. ഓക്കെ, ഞാൻ ലോക്ക് ചെയ്തു. നമുക്ക് നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. സൂര്യൻ മധ്യത്തിലെത്തുക എന്ന് പറഞ്ഞാൽ രാവിലെ ഉദിച്ചതിനും വൈകുന്നേരം അസ്തമിച്ചതിനും ഇടയ്ക്ക് എത്ര സമയമുണ്ടെന്ന് നോക്കാം. 12 മണിക്കൂർ ആവണമെന്നില്ല. ഇപ്പോൾ 10.25 മണിക്കൂറേ ഇപ്പോൾ ഉള്ളൂ. അതിൻ്റെ പകുതി എടുക്കുക. എന്നിട്ട് സൂര്യൻ ഉദിച്ച സമയവുമായിട്ട് ചേർത്ത് സൂര്യൻ മധ്യത്തിലെത്തും. 7.5 മിനിറ്റ് ഇടത്തോട്ടും 7.5 മിനിറ്റ് വലത്തോട്ടുമുള്ളതിന് പറയുന്ന പേരാണ് അഭിജിത്ത് മുഹൂർത്തം. അതാണ് ഇവിടെ വിജയം എന്ന് പറഞ്ഞിരിക്കുന്നത്. അഭിജിത്ത് എന്ന് പറഞ്ഞാൽ ഒരു നല്ല ദിവസം കിട്ടിയില്ലെങ്കിൽ വിവാഹത്തിനോ ഗൃഹപ്രവേശനത്തിനോ പുറത്തേക്ക് ഇറങ്ങാനോ യാത്രയ്ക്കോ ജോലിക്ക് ജോയിൻ ചെയ്യാനോ കിട്ടിയില്ലെങ്കിൽ അഭിജിത്ത് മുഹൂർത്തത്തിൽ പോയിട്ട് ജോയിൻ ചെയ്യാം. കൃത്യം സൂര്യൻ മുകളിലുള്ളതിൻ്റെ 7.5 മിനിറ്റ് മുമ്പോട്ടും 7.5 മിനിറ്റ് പുറകോട്ടുമുള്ള 15 മിനിറ്റാണ് അഭിജിത്ത് മുഹൂർത്തം. അടുത്ത ചോദ്യം ടീം എയോടാണ്. വിഭീഷണന്റെ വാക്കുകളിൽ ദുഷ്ടത ലേശം പോലും കാണുന്നില്ല. ആ വദനം പ്രസാദപൂർണമാണ്. ശ്രീരാമനോട് ഇങ്ങനെ പറയുന്നത് ആരാണ്? എ സുഗ്രീവൻ, ബി അംഗദൻ, സി ലക്ഷ്മണൻ, ഡി ഹനുമാൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഡി ഹനുമാൻ. ഡി ഹനുമാൻ ലോക്ക് ചെയ്തു. ഡി ഹനുമാൻ. ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണോ? ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം എക്ക് 2 മാർക്ക്. ഓക്കെ, അടുത്ത ചോദ്യം ടീം ബിയോട്. വാനരവീരനായ നളൻ ആരുടെ പുത്രനാണ്? എ വിശ്വകർമാവിന്റെ, ബി ബ്രഹ്മാവിന്റെ, സി ഇന്ദ്രന്റെ, ഡി വരുണന്റെ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ എ വിശ്വകർമാവിന്റെ. ഓപ്ഷൻ എ വിശ്വകർമാവിന്റെ ലോക്ക് ചെയ്തു. നമുക്ക് നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. അടുത്ത ചോദ്യം ടീം എയോടാണ്. ചോദ്യം ഇതാണ്:
ശ്രീരാമസേനയുടെ രഹസ്യങ്ങൾ ചോർത്താനെത്തിയ ശുഗസാരണന്മാരെ തിരിച്ചറിഞ്ഞ് പിടികൂടുന്നത് ആരാണ്? എ സുഗ്രീവൻ, ബി വിഭീഷണൻ, സി നളൻ, ഡി നീലൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ബി വിഭീഷണൻ. ബി വിഭീഷണൻ ലോക്ക് ചെയ്തു. ഓക്കെ, നമുക്ക് നോക്കാം. ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. അവസാന ചോദ്യമാണ്. ഇന്ദ്രജിത്തിന്റെ വധശേഷം ക്ഷീണിതനും പരിക്കേറ്റവനുമായി കാണപ്പെട്ട ലക്ഷ്മണനെ പച്ചില മരുന്ന് ശ്വസിപ്പിച്ച് സുഖപ്പെടുത്തിയത് ആരാണ്? എ മൈന്ദൻ, ബി ദിവിദൻ, സി സുഷേണൻ, ഡി ജാംബവാൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ സി സുഷേണൻ. ഓപ്ഷൻ സി സുഷേണൻ ആണോ? ആണോ? ഓക്കെ, ലോക്ക് ചെയ്തു. ഓപ്ഷൻ സി സുഷേണൻ. നമുക്ക് നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. ടീം എ ആകെ നേടിയിരിക്കുന്നത് 4 മാർക്കാണ്. ടീം ബി 7 മാർക്ക്. ശ്രേഷ്ഠ ഭാരതത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി ആലാപന അർത്ഥവ്യാഖ്യാന മത്സരമാണ്. ടീം എ ഭവൻസ് വിദ്യാമന്ദിർ മഞ്ഞപ്ര പാലക്കാട്. ടീം ബി അമൃത വിദ്യാലയം കോഴിക്കോട്. നമ്മൾ പരിചയപ്പെട്ടു. മോള് പേര് പറ. അർച്ചന 10. ഹരിനാരായണൻ 9th. സൗമ്യ 8. ആലപിക്കാം. താങ്കളുടെ കാവ്യം സ്ക്രീനിൽ. ഉത്തമം മധ്യമം പിന്നെ തഥമവും ഇത്തം ത്രിവിധമായുള്ള വിചാരവും സാധ്യമിതമിതം ദുസ്സാധ്യമാമിതം സാധ്യമല്ലെന്നുള്ള 3 പക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മാനസേ വാട്ടമൊഴിഞ്ഞു തോന്നിയിടുന്നതും മുതാ തമ്മിലന്യോന്യം പറയുന്ന നേരത്തു സമ്മതം മാമകം നന്നു നന്ദീദൃശം. തമ്മിലന്യോന്യം പറയുന്ന നേരത്തു സമ്മതം മാമകം നന്നു നന്ദീദൃശം. സൂപ്പർ. അധ്യാത്മരാമായണത്തിലെ യുദ്ധകാണ്ഡത്തിലെ രാവണാദികളുടെ ആലോചന എന്ന ഭാഗത്തിലെ ഏതാനും വരികളാണിവ. ഹനുമാന്റെ ലങ്കയിലുള്ള പരാക്രമങ്ങൾ കണ്ടിട്ടും ശ്രീരാമൻ സമുദ്രതീരത്ത് തമ്പടിച്ചിരിക്കുന്നു എന്ന വാർത്ത അറിഞ്ഞ രാവണൻ ആകെ പരിഭ്രാന്തനായി. അദ്ദേഹം മന്ത്രിമാരോട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്നതാണ് സന്ദർഭം. രാവണൻ പറയുകയാണ്, ഉത്തമം, മധ്യമം, അധമം എന്നീ 3 തരത്തിലുള്ള കാര്യാലോചനകളുണ്ട്. ഇത് സാധിക്കും എന്നുള്ളത് ഉത്തമം, ഇത് ശ്രമിച്ചാൽ സാധിക്കും എന്നുള്ളത് മധ്യമം, ഇത് സാധിക്കില്ല എന്ന് പറയുന്നത് അധമം. കേട്ടാൽ പലർക്കും ഏകാഭിപ്രായമുള്ളതും കുറ്റമറ്റതും പരസ്പരം പറഞ്ഞു നോക്കുമ്പോൾ കൊള്ളാം, ഇത് തന്നെ എൻ്റെ അഭിപ്രായം എന്ന് സമ്മതിച്ചു തരുന്ന കാര്യാലോചന ഉത്തമം. എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് ഒടുവിൽ ഒരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് മധ്യമം. നിന്ദ്യമായ കാര്യാലോചനയാണ് അധമം. അതായത് താൻ മറ്റേയാളെക്കാളും മീതെ എന്ന് വിചാരിച്ച് പരസ്പരം പറഞ്ഞു നോക്കുമ്പോൾ അന്യോന്യം സമ്മതിക്കാതെ ഒടുവിൽ ഒരു തീരുമാനവും എടുക്കാതെ പിരിഞ്ഞു പോകുന്നത് അധമം. അതുകൊണ്ട് ഇവിടെ രാവണൻ ഇനി എന്ത് നല്ല കാര്യമാണ് നാം ചെയ്യേണ്ടത് എന്ന് മന്ത്രിമാരോട് ആലോചിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് മൂലാധിഷ്ഠിതമായ ഒരു തീരുമാനത്തിനു വേണ്ടി ഉത്തമമായ കാര്യാലോചനയുടെ പ്രസക്തി ഏറെയുണ്ടെന്നും ഈ വരികൾ നമുക്ക് കാണിച്ചു തരുന്നു. അടിപൊളി. ശ്രീകുമാർ സർ. ആലാപനം നന്നായിരുന്നു. അതിനകത്ത് ആലാപനത്തിലെ 3ാമത്തെ വരി ഒന്നുകൂടെ ചൊല്ലിക്ക്. സാധ്യമിതമിതം ദുസ്സാധ്യമാമിതം സാധ്യമല്ലെന്നുള്ള
അവിടെ എന്തിനാ ഒരു കോമ കൊടുത്തിരിക്കുന്നത്? സാധ്യമിതം ഇതം ദുസ്സാധ്യമാം ഇതം സാധ്യമല്ലെന്നുള്ള 3 പക്ഷങ്ങളും എന്ന് വേണ്ടേ? നമ്മളൊരു ഉള്ള വ്യാഖ്യാനം നമ്മൾ കൊടുക്കുന്നത്, നമ്മുടെ വ്യാഖ്യാനമല്ല. അപ്പോൾ ഉള്ളതിനെ നമ്മൾ കൃത്യമായി വ്യാഖ്യാനിക്കാൻ, ചൊല്ലി നമുക്ക് വ്യാഖ്യാനിക്കാം. അത് കൃത്യമായിരിക്കണം. നമ്മൾ കൃത്യത കുറവില്ല, ഒറ്റയടിക്ക് എല്ലാം അങ്ങ് ചൊല്ലി അല്ലേ? ആ ഇതമെല്ലാം എല്ലാ ഇതങ്ങളും കൂടെ ചേർത്ത് ഒറ്റയടിക്ക് അങ്ങ് ചൊല്ലി. ദാറ്റ്സ് ഓൾ. കുഴപ്പമില്ല, നന്നായിരുന്നു. ഗോപാലകൃഷ്ണൻ സർ. വളരെ നന്നായിടും. രണ്ടുപേരും നന്നായിരുന്നു, അസലായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമുക്ക് മാർക്സിലോട്ട് പോവാം അല്ലേ? ശ്രീകുമാർ സർ. 7 out of 10. 8 out of 10. 7 out of 10. ടീം എ നേടിയിരിക്കുന്നത് 22 മാർക്കാണ്. അടുത്ത കാവ്യം ടീം ബിയുടേതാണ്. താങ്കളുടെ കാവ്യം സ്ക്രീനിൽ. ചിന്തയുണ്ടാകരുതേതുമേ മാനസേ, ചിന്തയാകുന്നതു കാര്യവിനാശിനി. ആരാലുമോർത്താൽ ജയിച്ചുകൂടാതൊരു ശൂരരിക്കാണായ വാനര സഞ്ജയം. വന്നിയിൽ ചാടണമെന്നു ചൊല്ലിടിലും പിന്നെയാമെന്നു ചൊല്ലുന്നവർ അല്ലിവർ. വാരിധിയെ കടപ്പാൻ ഉപായം പാർക്ക നേരമിനി കളയാതെ രഘുപതേ. ലങ്കയിൽ ചെന്നു നാം പുക്കീതെന്നാകിലോ, ലങ്കേശനും മരിച്ചാണെന്നു നിർണയം. ആശയം. യുദ്ധകാണ്ഡാരംഭത്തിൽ മായാമാനുഷനായ ശ്രീരാമദേവനോട് വാനരനായകനായ സുഗ്രീവൻ പറയുന്നതാണ് പ്രസ്തുത വാക്യങ്ങൾ. സുന്ദരകാണ്ഡത്തിനൊടുവിൽ സമുദ്രലംഘനം ചെയ്ത് സീതാദേവി ദർശനം കഴിഞ്ഞെത്തിയ മാരുതിയുടെ വീരശൂര പരാക്രമങ്ങൾ കേട്ട് അത്യധികം സന്തുഷ്ടനായ രമാവരൻ മാരുതപുത്രനെ പൂർണ്ണമോദം ആദരവോടുകൂടി പുണർന്നു. ഇങ്ങനെയുള്ള ഭൃത്യന്മാർ ഒരുത്തനും എങ്ങും ഒരു നാളും ഇല്ലെന്നു നിർണയം എന്നാണ് ആരൂഢമോദത്തോടെ രാമൻ അരുളിയത്. എന്നാൽ മനുഷ്യജന്മത്താൽ മനുഷ്യസഹജമായ ആശങ്കകളും മനുഷ്യസഹജമായ ആഹ്ലാദവും ഉത്കണ്ഠയും ഒരേപോലെ മതിക്കുന്ന രാമനെയാണ് നാം പിന്നീട് കാണുന്നത്. ഇത്രയും ഉഗ്രമായുള്ള സമുദ്രം കടന്നു ചെന്ന് എങ്ങനെ രാവണനെ നിഗ്രഹിച്ച് സീതാദേവിയെ കാണാൻ പറ്റുമെന്ന് പരിതപിക്കുന്ന രാമനെ ഒരു ഉറ്റമിത്രത്തിൻ്റെ കർത്തവ്യം ഫലപ്രദമായ രീതിയിൽ നിറവേറ്റിക്കൊണ്ട് ഒരു ഊർജിതമായ രീതിയിൽ ആശ്വസിപ്പിക്കുകയാണ് സുഗ്രീവൻ ഇവിടെ. അനാവശ്യമായ ഉത്കണ്ഠ കാര്യവിനാശിനിയാണ്. ധൈര്യത്തെയും ബലത്തെയും ചോർത്തിക്കളയുന്നവയാണ്. അതുചിതമല്ല. എന്താണ് കാര്യസാധ്യത്തിന് അടുത്ത പടി എന്ന് വിവേകപൂർവം ചിന്തിക്കുകയാണ് വേണ്ടത്. വൈകാരികമായ പ്രതികരണം ത്യജിച്ച് യുക്തിപൂർവം സമുദ്രത്തെ കടപ്പാനുള്ള ഉപായം കണ്ടെത്തുകയാണ് വേണ്ടത്. എന്തെന്നാൽ നാം ലങ്കയിലെത്തിക്കഴിഞ്ഞാൽ ലങ്കേശനും മരിച്ചാനെന്ന് നിർണയം. ഒരു നായകന്റെ നേതൃപാടവത്തോടെ സുഗ്രീവൻ തൻ്റെ അനുയായികളുടെ ബലവീര്യ ശൗര്യത്വം രാമനെ ബോധിപ്പിക്കുകയാണ്. ഹനുമാനെ പോലെ തന്നെ മറ്റ് അനേകം വാനരരും ശ്രീരാമന്റെ ഏതാജ്ഞയും ശിരസാ വഹിച്ചു ചെയ്യുവാൻ പ്രാപ്തരായി സദാ രാമനെ സേവിക്കുവാൻ സന്നദ്ധരായുണ്ടെന്ന് ഉദ്ബോധിപ്പിച്ച് പ്രചോദിപ്പിക്കുകയാണ് സുഗ്രീവൻ ഇവിടെ ചെയ്യുന്നത്. ആലാപനം വളരെ ഭംഗിയായി, അതിസുന്ദരമായി. എക്സ്പ്ലനേഷൻ എന്താ പറയണ്ട, ഒരു ഇടയ്ക്കൊരു തപ്പലുണ്ട്. ആ ഇതിനൊരു ഭാവമുണ്ട്. സംഗീതത്തിലൊരു ഭാവം ഉണ്ടെന്ന് പറഞ്ഞാലേ ഈ പറയുന്നതിനൊരു ഭാവവും അതിനൊരു കൺവിക്ഷനും ഒക്കെ നമുക്ക് തോന്നണം, നമ്മളെ തോന്നിപ്പിക്കാനുള്ളത്. ആ ഒരു എന്താ പറഞ്ഞ ആ ഒരു നല്ല ഒരു പ്രസൻറ്റേഷൻ കൂടിയാണ് നമുക്ക് തോന്നിക്കുന്നത്. കണ്ടന്റ് ഉണ്ട്, സംശയമില്ല. സോ ആ ഒരു വ്യത്യാസമുണ്ട് ചൊല്ലലിലും ആ പറച്ചിലുള്ള. ഓൾ ദി ബെസ്റ്റ്. പാരായണം വളരെ നന്നായിരുന്നു, നല്ല മ്യൂസിക്കലായിരുന്നു.
ഈ പാരായണം പോലെ തന്നെ പറയുന്നതിലും ഒരു താളാത്മകതയുണ്ട്. അത് ഇതുപോലെ മ്യൂസിക്കൽ അല്ല, നല്ല കണ്ടന്റ് റിച്ച് ആണ്. പക്ഷെ സാറ് പറഞ്ഞ പോലെ ഇംഗ്ലീഷിൽ ആർട്ടിക്കുലേഷൻ നമ്മൾ പറയും. അപ്പം ആത്മാവും നന്നായിരിക്കണം, ശരീരവും നന്നായിരിക്കണം. ആ ബോഡിയിൽ കുറച്ചുകൂടെ വർക്ക് ചെയ്യണം. സോൾ വാസ് വെരി ഗുഡ്. നമുക്ക് മാർക്സിലോട്ട് പോവാം. ശിവകുമാർ സർ. 7 out of 10 എൻ്റെ മാർക്ക്. ഗോപാലകൃഷ്ണൻ സർ. 7 മാർക്ക്. ഈശ്വർജി. നിത്യ എത്ര കൊടുക്കണം? നിത്യ വളരെ ലിബറലാണ്, അതുകൊണ്ട് നിത്യയുടെ മനസ്സ് കൂടെ 8 തരുന്നു. ടീം ബിക്ക് 22 മാർക്ക്. ആർക്കും കടക്കരുതാതൊരു ലങ്കയിൽ ഊക്കോടുവന്നകം പുക്കൊരു വാനരൻ ജാനകി തന്നെയും കണ്ടു പറഞ്ഞൊരു ദീനത കൂടാതഴിച്ചാൻ ഉപവനം തന്നരികത്തങ്ങിരുത്തിദശാനനൻ ചൊന്നാനവനോടു പഥ്യം വിഭീഷണൻ നേരെ പൊരുതു ജയിപ്പതിനാരുമേ ശ്രീരാമനോടു കരുതായിക മാനസേ ആശരവംശവിനാശം വരും മുമ്പേ ദാശരഥിയെ ശരണം ഗതോസ്മി ഞാൻ ആംനായമൂർത്തേ രഘുപതേ ശ്രീപതേ നാംനാ വിഭീഷണൻ त्वल्भक्तसे
ഭവൻസ് വിദ്യാമന്ദിർ മഞ്ഞപ്ര അല്ലേ? നിങ്ങളുടെ കോസ്റ്റ്യൂമും ഓർണമെന്റ്സും തലക്കെട്ടും എല്ലാം കൂടെ കാണാൻ ഒരു ആനച്ചന്ത ഉണ്ടായിരുന്നു. നമുക്ക് പരിചയപ്പെടാം. പേര് പറയുമോളൂ. ചൈത്ര 8th. അഞ്ജന 12th. കൃഷ്ണേന്ദു 8th. അശ്വതി 8th. അനുഷ്ക ജീവ 9th. ശ്രീകുമാർ സർ, നിങ്ങൾ ചെയ്ത ആ ഒരു എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ പ്രത്യേകിച്ച് തുടങ്ങിയുള്ള തിത്വം എന്നൊക്കെ പറഞ്ഞ ആ ഒരു സ്റ്റൈല് തുടക്കം നന്നായിരുന്നു. പിന്നീട് വന്നപ്പോൾ ഒരു പക്ഷേ അത് ടെലികാസ്റ്റിലെ ഈ കോർഡിനേഷൻ കുറവ് ചിലപ്പോൾ അറിയില്ലായിരിക്കാം. പക്ഷെ നമുക്കിവിടെ ഇരിക്കുമ്പോൾ ജഡ്ജസ് എന്നുള്ളതിൽ നിങ്ങളുടെ പിന്നീടുള്ള ആ ഒരു ചലനങ്ങളെല്ലാം തന്നെ സംഗീതവുമായിട്ട് ആ താളവുമായിട്ട് എപ്പോഴും ഒരു പടി ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതൊന്നും എനിക്ക് തോന്നുന്നു ഇത്രയധികം പ്രൊസൈക്കായിട്ട് താളം കാലിൽ കാണിക്കാതെ ആ ആദ്യത്തെ ഒരു പോർഷൻ കാണിച്ചില്ല നിങ്ങൾ ആദ്യത്വം അതുപോലെ വലിയ ശബ്ദം കൽപ്പിക്കാതെ ചെയ്തിരുന്നെങ്കിൽ നമുക്കിത്ര ഇത് വരില്ല, ആ ഒരു വ്യത്യാസം തോന്നില്ല. പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിൽ കുറച്ച് എവിടേക്കോ നമുക്ക് കിട്ടിയില്ല ഇങ്ങോട്ട് ചില കാര്യങ്ങളൊന്നും. ഡീപ്പായിട്ട് എനിക്കൊന്നും പറയാനില്ല. പക്ഷെ ആദ്യത്തെ കുറേ നേരം നിങ്ങളിങ്ങനെ നിന്നില്ലേ, ആ ശ്ലോകം തീരുന്നത് വരെ അത് കുറച്ച് കൂടുതലായി പോയോ എന്നൊരു തോന്നൽ. ഒന്ന്, ചില കോർഡിനേഷൻ ദൂരെ മാറി നിന്ന് സാക്ഷിഭാവത്തിൽ നോക്കുന്ന ഒരാൾക്ക് കോർഡിനേഷൻ കുറച്ച് കുറവാണെന്ന് തോന്നിയിരുന്നു. മെസ്സേജ് വളരെ കാര്യമായിട്ട് കിട്ടിയില്ല. ഇത്രയുമാണ്. നല്ല പെർഫോമൻസ്, നല്ല രീതിയിൽ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട്. ആദ്യം ഞാൻ വളരെ തുടക്കം ചില പാർട്സ് ഉണ്ടാവും വളരെയധികം പ്രതീക്ഷിച്ചിരുന്നു. ആ പ്രതീക്ഷയ്ക്കത്ത് അത്രയും ഉയരാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സത്യമാണ്. അതിലും കൂടെ വർക്ക് ചെയ്യാം. നമുക്ക് മാർക്സിലോട്ട് പോവാം. ശ്രീകുമാർ സർ 13 out of 20. ഗോപാലകൃഷ്ണൻ സർ 14. ഈശ്വർജി 13 or 14 ആയിരിക്കണം. കാര്യം ഏത് ജഡ്ജസ് ഏത് പ്രോഗ്രാമിന് മാർക്ക് ഇട്ടാലും ഒരു റേഞ്ചിനുള്ളിലാണ് നിൽക്കുന്നത്. പക്ഷേ സാധാരണ ഞാൻ കൺസർവേറ്റീവായിട്ട് മാർക്ക് കൊടുക്കാറുള്ളൂ. പക്ഷേ 14 out of 20. നിങ്ങൾ നേടിയിരിക്കുന്നത് 41 മാർക്കാണ്. ഈ നൃത്തശില്പത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നാളെ ഇതേ ടീമുകൾക്കൊപ്പം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം.